നടക്കില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്ന ലോകത്ത് ഒരു കാര്യം നടക്കില്ല. നടക്കുന്നു വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങിയ നടക്കാത്ത കാര്യമില്ല. അണ്ണൻ അക്ക ചക്ക 10 മണിക്ക് ക്ലാസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ 9 മണിക്ക് ഇവിടെ ഇറങ്ങണം. 9 മണിക്ക് ഇവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ 8:30 മണിക്ക് കുളിച്ച് ഡ്രസ് ചെയ്യണം. 8:30 മണിക്ക് കുളിച്ച് ഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7:30 മണിക്ക് എണ്ണ തേച്ച് സോപ്പ് എടുത്ത് വെള്ളം നിറച്ച് ഇപ്പൊ മണി എത്രയായി? 7 കഴിഞ്ഞിട്ടുള്ളൂ. സമയം പോയി. നമുക്കൊരു കട്ടറോഡ് എടുക്കാം. കുടുംബം കാണിക്കോ? പേടിക്കണ്ട കുട്ടി, നമ്മള് വീഗലാൻഡിൽ ഒരു റൈഡിന് പോകുന്ന വിചാരിച്ചാൽ മതി. എന്ത് പറ്റിയ പ്രഭു, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? ഇനിയെങ്കിലും അതൊന്ന് വെളിപ്പെടുത്താമോ? ഇതൊക്കെ എന്ത് നിസ്സാരം. പക്ഷേ മോൻ കാണിക്കുന്ന ഈ തിളപ്പുണ്ടല്ലോ, അതൊരൊറ്റ വേർപ്പിന് തീരും. മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നെയാണ് മരം പെയ്യും. എന്തായാലും നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാ. ഇല്ല, എന്നെ ജയിക്കാൻ അവന് സാധിക്കില്ല. നമുക്ക് കാണാം. നീ തകർക്കളിയാ. ഓൾ ദ ബെസ്റ്റ്. இப்ப போலாமா சார் எக்ஸாம் ஆளுக்கு? കർത്താവേ, ശിവനെ, പഠിച്ചോനെ, കാത്തോണെ. ഇവനാള് കുഴപ്പമില്ലല്ലേ? അതെ, ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം മകളെ. ശരിയാണ്. ഇനി മറ്റൊരു കാൻഡിഡേറ്റിനെ പരിചയപ്പെടുത്താം. ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്, ഞങ്ങൾക്ക് പേടിയാ. ഏട്ടനെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് പേടിയാ. ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം? കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. എന്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് മോനെ. നിനക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കൂടെ മൈക്കിളെ? 10 സെക്കൻഡിൽ പണി കഴിയില്ല. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ഫ്ലാഷ് ബാക്ക്. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥ് നീ മണ്ണ് വിട്ടുപോകും. ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങിയാലേ നിന്റെ നിക്കറ ഡ്രെന്ന് പറഞ്ഞ് കീറും. മക്കളെ, ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനൊന്നും ചോദിക്കും. അപ്പാപ്പനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് അപ്പാപ്പനാകെ. നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. ഓർമ്മ വെച്ചോ.